വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഇതാ 2 റൗണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട് പീസിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത റൗണ്ട് പീസിലേക്ക് നമ്മളിതാ പഴയ ക്ലോത്തിൽ നിന്ന് നീളത്തിലുള്ള കുറച്ച് പീസുകൾ 4-5 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ ഈ ഒരു റൗണ്ട് പീസിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഈ ഒരു മെത്തേഡിൽ നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ ആ വൂളൻ ത്രെഡ് ചുറ്റി കൊടുത്താലും മതി. അല്ല നമ്മുടെ കയ്യിൽ ജൂട്ട് ത്രെഡാണ് ഉള്ളതെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തത്. ഇത് നമ്മൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യണത്. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഫെവി ബോണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് റെഡിയാക്കാം. അതിന് ശേഷം ഒരു കോയിൻ വെച്ചിട്ട് ഞാൻ 3 കാർഡ്ബോർഡ് പീസുകളാണ്, കുഞ്ഞതായിട്ടുള്ള കാർഡ്ബോർഡ് പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ യെല്ലോ കളർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിന് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ പീസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഷേപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെട്ടിയെടുത്ത ആ ഒരു കാർഡ്ബോർഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഷേപ്പൊന്നും ആക്കേണ്ട, നേരെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം അടുത്തൊരു പീസും കൂടി അകത്തോട്ട് വെച്ചിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിന് എന്തേരാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ലെയർ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ 4 ലെയറാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ലെയർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇച്ചിരിയും കൂടി ഒരു ഭംഗിയാക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു 4ാമത്തെ ലെയറും കൂടി വെച്ചിട്ട് അതൊന്ന് എടുത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം. അങ്ങനെ ബാക്കി 2 എണ്ണം കൂടി നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ഒരു പൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഇതൊരു റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ 3 എണ്ണം നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ട് അവിടെ ആ പൊങ്ങിയൊക്കെ നിൽക്കുന്ന കുറച്ച് അറ്റമൊക്കെ നീണ്ടൊക്കെ നിൽക്കുന്ന ആ ഭാഗങ്ങളൊന്ന് ശരിയാക്കി കൊടുക്കുവാണ്. അതൊന്ന് നല്ലപോലെ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഒന്ന് വൃത്തിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ നമ്മുടെ പഴയൊരു കേക്കിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു റൗണ്ട് പീസിന് നമുക്ക് ആ ഒരു നമ്മുടെ വാൾ ഡെക്കറിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആളാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പശ തേച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു വാൾ ഡെക്കറിലോട്ട് അങ്ങനെ അത് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം ഇതുപോലെയാണ് ഫ്ലവർ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 3 ഫ്ലവറും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്, ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരു 5-6 ലീഫാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് ആ ലീഫ് ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ ലീഫ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് യെല്ലോ കളർ സ്റ്റോൺ വെക്കാം, അല്ലെങ്കിൽ ബീഡ്സൊക്കെ വെക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ബീഡ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. സിമ്പിളല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.